ഇഷയുടേത് ഒരു സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ ഫാമിലിയാണ്. അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം മുത്തച്ഛനായിരുന്നു അവൾക്കെല്ലാം. അവളുടെ പാഷൻ ഷെയർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായ ലൂസിയും ഫ്രാങ്കോയും പിന്നെ മലയാളിയായ രാജുവും ഒക്കെ ചേർന്ന് ഒരു സന്തോഷത്തിന്റെ പുതിയ ലോകം തുറന്നു വെച്ചു. See, Valentina, I'll try my maximum possible. You photo tomorrow, Loser, definitely. You good for nothing cheat. I give you 3 more days. I need my pictures by then, or else I'll kill you. Get out my face right now, you idiot. I will. ഇതുവരെ കിട്ടിയതും ഇനിയും കിട്ടാനുള്ളതും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? ഹായ് ഇഷ. എക്സ്ക്യൂസ് മീ. രാവിലെ തന്നെ ക്ലയന്റ് മീറ്റിംഗ് ആയിരുന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊരു സ്മോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അറിയാമോ ഈ സോബ്രിലാൻഡ് കുന്തിയാനെ? അതാരാ? ആ, ഇത് തന്നെ എന്റെയും പ്രശ്നം. ഈ കുന്തിയാനയുടെ പോർട്രേറ്റ് എടുക്കാൻ ഒരു ഓർഡർ കിട്ടി. അതൊരൽപ്പം ഡിലേ. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. എന്നാ ഇതൊരു പുതിയ സംഭവമാ. മിനിമം 12 വർഷമെങ്കിലും എടുക്കും ഇതൊന്ന് ഫോട്ടോയിലാക്കാൻ. അതാരാ ഇത്രയും ഡിമാൻഡുള്ള മോഡൽ? ഓ, മോഡലും കിടലൊന്നുമല്ല. നമ്മുടെ ഈ നീലക്കുറിഞ്ഞില്ലേ, അതാണ് ഈ സ്കോബ്രിലാൻഡ് കുന്തിയാന. അപ്പൊ ഇത് ഇന്നുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. 12 കൊല്ലം നീളുന്ന അർത്ഥം. അടിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. പൂക്കൾ പേരറിയാത്ത ആരോ അയക്കുന്ന സമ്മാനങ്ങളായി വന്നു തുടങ്ങിയപ്പോഴാണ് അപരിചിതനായ ഒരു ആരാധകനുണ്ടെന്ന് ഇഷയ്ക്ക് മനസ്സിലായത്. ഹായ് ജാനറ്റ്. ഞാൻ കണ്ടു. എന്റെ കൊച്ചെ, നിന്റെ ഈ പടപടപ്പ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? 87 എന്നെയാ. ഈ രൂപം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്. 87 ഇന്നത്തെ ഐശ്വര്യ റോയ് ആയിരുന്നു ഞാൻ. ഓ, അങ്കമാലിക്കാരനൊരു ജോയല് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പൂക്കൂട കൊണ്ടുവയ്ക്കുമായിരുന്നു. അന്ന് ഈ ലാവണ്ടറൊന്നും ഇല്ല. അന്ന് പള്ളിപ്പറമ്പിൻ്റെ മുന്നിൽ നിന്നിരുന്ന മൊസാൻ്റെ പറിച്ചെടുത്ത് ഒരു മനോരമ പത്രത്തിൽ പൊതിഞ്ഞ് വീടിൻ്റെ മുന്നിലെ കുരിശടി കൊണ്ടുവയ്ക്കുമായിരുന്നു. അത് യഥാർത്ഥ സ്നേഹം. കഷ്ടപ്പാടുണ്ട്. രാവിലത്തെ മഞ്ഞ്, മൊസാൻ്റെയിലെ ഉറുമ്പിൻ്റെ കടി, അച്ഛൻ്റെ ബ്രാക്ക്. ഇന്നെത്ര എളുപ്പം. അപ്പുറത്തെ ലൂസിയാൻഡിയുടെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കൊലക്ക് 700 ബാത്ത് കൊടുത്താൽ പോരെ. എന്നിട്ടാ ജോയല്? ആ ജോയലാ തളർവാദവും വന്ന് എൻ്റെ കെട്ടിയോനാന്നും പറഞ്ഞു പള്ളാത്തുരുത്ത് വീട്ടിൽ കിടക്കുന്നേ. അതുകൊണ്ടൊന്ന് വെളി വെച്ചേരെ. എന്നിട്ട് നീ പോയി ഫ്രെയിമിങ് എടുത്തോണ്ട് വാ. ചേച്ചി ശരിക്കും അയാളെ കണ്ടോ? ഏതാള്? അയാൾ ലാവൻഡർ പൂക്കൾ കൊണ്ടുവരുന്ന. എൻ്റെ കൊച്ചേ, അപ്രതീക്ഷിതമായി പലപ്പോഴും അവളെ തേടിയെത്തിയ ലാവൻഡർ പൂക്കൾ പിന്നീട് എപ്പോഴോ അവൾ പ്രതീക്ഷിച്ചു തുടങ്ങി. So അയാളാണോ ഈ സ്ട്രേഞ്ചർ? അയാൻ, യു ഗെസ്ഡ് ഇറ്റ് റൈറ്റ്. ഇരുട്ടിൽ നിന്നും തെന്നി മാറുന്ന വെളിച്ചം തിരക്കി ഇറങ്ങിയതാണ് അയാൾ. ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റലിജൻസ് ഓഫീസറിന്റെ ക്രോണിക്കിളിൽ അയാളുടെ പേരിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഹീസ് ദ നമ്പർ 1 ഹിറ്റ്മാൻ ഹൂം ദീസ് ഗാങ്സ് ഹയർ. തെളിയിക്കപ്പെടാത്ത കുറെ അസാസിനേഷൻസ്, അതിനു പിന്നിൽ അയാൻ ഉണ്ടായിരുന്നു എന്ന തെളിവുകളില്ലാതെ തന്നെ മൂർത്തി സ്ഥാപിക്കുമ്പോൾ വരികൾക്കിടയിൽ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് സൈലൻസ് ഉണ്ടായിരുന്നു എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ലൈക്ക് എനി സീസൺ ക്രിമിനൽ, ഹി ഷുഡ് ഹവ് ഗോൺ ത്രൂ ആൻ ഐഡന്റിറ്റി പ്രോബ്ലം. മൃഗമാണോ മനുഷ്യനാണോ താൻ എന്ന സംശയം തോന്നി തുടങ്ങിയപ്പോൾ അയാൾ അത് ചെയ്തു. He killed himself. തന്റെ തന്നെ ഡെത്ത് ഫേക്ക് ചെയ്ത് അയാൾ ആ ജീവിതത്തിൽ നിന്നും വഴുതി മാറി. He went low profile for a long period. കുറ്റബോധം മായ്ക്കാനുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഒടുവിൽ അയാൾ കണ്ടെത്തിയ ഒരു പീസ് അൾട്ടിമേറ്റ്, അത് അവളാണ്, ഇഷ. ജീവിതത്തിൽ താൻ തേടി നടന്ന ഇന്നസെൻസിന്റെ പൂർണ്ണത. സർ, പിസ. സർ, ബിൽ ആൻഡ് ബാലൻസ്.
വേണ്ട രാജു, താനത് വെച്ചോ. വേണ്ട സാർ, എൻ്റെ ആ റോളൊന്ന് ഗംഭീരാക്കി തന്നൂടെ? എടോ, അതിന് ചെയ്തില്ലെങ്കിൽ താൻ എന്നെ പിസയിൽ വിഷം ചേർത്ത് കൊല്ലില്ലേ? കൊല്ലും സാർ, തീർച്ചയായിട്ടും കൊല്ലും. അത്രയ്ക്ക് പബ്ലിസിറ്റി കൊടുത്തുപോയി ഞാൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടത്. അതുകൊണ്ടാ ഈ ബാലൻസ് പിടിക്കും സാറേ. എന്നിട്ട് സമയം കളയാതെ എൻ്റെ റോളൊന്ന് ഗംഭീരാക്കി താ. പിന്നെ അതുവരെ സാറിന് എൻ്റെ ഈ പിസ ധൈര്യമായി കഴിക്കാം. ബൈ സാർ.